നമസ്കാരം. ഗാസയിൽ സമാധാന കരാർ നിലവിൽ വന്നു എങ്കിലും അവിടെ ഇപ്പോഴും ഹമാസ് ഭീകരർ നടത്തുന്ന ക്രൂരതകൾക്ക് യാതൊരു കുറവുമില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഭീകരമായ ദൃശ്യങ്ങളിൽ ഹമാസ് തീവ്രവാദികൾ 7 പേരെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു തെരുവിൽ പരസ്യമായിട്ടാണ് ഇവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നത്. ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി നടത്തി എന്ന് ആരോപിച്ചാണ് അവർ ഈ 7 പേരെയും കൊല്ലുന്നത്. ഈ 7 പേരും മുട്ടുകുത്തി നിൽക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർക്ക് തൊട്ടു പിന്നിൽ മുഖം മറച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ നിൽക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് കാണുന്നത് ഇവരെല്ലാവരും തന്നെ വെടിയേറ്റ് വീഴുന്നതാണ്. ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാവരും തന്നെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഈ നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും കാണാം. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ സമാധാന കരാർ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുമോ എന്ന സംശയം ഉയരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ ഉച്ചകോടിക്ക് ശേഷം പറഞ്ഞത് ഹമാസിന് നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിനകം അവർ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കും എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. ഹമാസ് വ്യാപകമായ തോതിൽ ഗാസയിൽ അതിക്രമം നടത്തുന്നുണ്ട്. ഗാസയിൽ അവർക്ക് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ഇത് എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട്. നേരത്തെയും ഹമാസ് ഇത്തരത്തിൽ പരസ്യമായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന രീതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമായിരുന്നു. ഇതിനെതിരെ അന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളും മറ്റുമൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഹമാസ് അപ്പോഴും അവരുടെ ഈ ക്രൂരതകൾ തുടരുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹമാസിന്റെ എതിരാളികളായ ദുഖ്മിഷ് ഗ്രൂപ്പുമായി അവർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. ഏതാണ്ട് 27 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ നേരെ ആയുധങ്ങളുമായി എത്തി ഹമാസ് തീവ്രവാദികൾ ഇവരെ എല്ലാവരെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമാധാന കരാർ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രവുമല്ല, ഇസ്രായേലും ഇക്കാര്യം വെച്ചു ഉറപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ വ്യക്തികളിൽ 20 പേരെ വിട്ടയച്ചു എങ്കിലും ഇനി 28 പേരുടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. ഇതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത്. ഈ മൃതദേഹങ്ങൾ അടിയന്തരമായി തന്നെ വിട്ടു നൽകണം എന്ന് ഇസ്രായേൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ഹമാസ് തീവ്രവാദികൾ വീണ്ടും അവിടെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ പരസ്യമായ ആളുകളെ വെടിവെച്ച് കൊല്ലുകയും അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ സ്ഥിതിയിൽ ഇപ്പോൾ അവരും ആശങ്കയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹമാസ് പ്രതികൾ ചർച്ചകളിലൊക്കെ തന്നെ എല്ലാം സമ്മതിച്ചതിന് ശേഷം കരാർ നടപ്പിലാക്കുന്ന സമയത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഈ രാജ്യങ്ങൾക്കുമുള്ളത്. ഏതായാലും ഈ 1-2 ദിവസത്തിനും തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഹമാസ് വീണ്ടും പഴയ പാത തന്നെ പിന്തുടരാൻ ശ്രമിച്ചാൽ ഇസ്രായേൽ വീണ്ടും അതിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് സാധ്യത. ഇതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും കാണും എന്നുള്ളത് ഉറപ്പാണ്. ഹമാസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും അവിടെ ഉള്ള തീവ്രവാദികൾ പരമാവധി ഗാസയിൽ തങ്ങളുടെ അധികാരം അരക്കെട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.